അഭിത ഇതെന്ത് മെഷീനാണ്? തേങ്ങ പൊളിക്കുന്ന മെഷീനാ? തേങ്ങ പൊളിക്കുന്ന ആവിത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ആവിത് അവിടെ ഉണ്ട്. തേങ്ങ പൊളിക്കുന്ന മെഷീനാണ്. ഈ മെഷീൻ്റെ മെയിൻ പ്രത്യേകത തേങ്ങ പൊളിക്കുന്നതും ഇത് ഉണ്ടാക്കിയതും ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ ഒരു സേഫ്റ്റി കാണിച്ചു തരാം. കാരണം ഈ ഒരു ഇതിന്നാണ് തേങ്ങ പൊളിക്കുക. ഈ ഒരു തേങ്ങ പൊളിക്കുന്നതിന് മുന്നേ ഇവിടെ കൈ ഒന്നും പറ്റിയിട്ടില്ല, അത്രയ്ക്ക് സേഫ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് നോക്കല്ലേ? അഭിത അന്ന് ആർക്കും മനസ്സിലായില്ലല്ലോ? ഇല്ല. ഞാനാണ് ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കിയ ആള്. ഏത് ഇലക്ട്രിക് വണ്ടി? ഒരു 10ാം ക്ലാസ്സുകാരൻ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കിയില്ലേ? ആ ആവിതാണ് ഈ ആവിത്. ഇപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഹലോ ഫ്രണ്ട്സ്, മുഖ്താറാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് വരാനുള്ള മെയിൻ കാരണം ആവിദിനൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? നമ്മുടെ 10ാം ക്ലാസ്സുകാരെ ആവിദ് സ്കൂളൊക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളൂ. ആവിദ് അന്ന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കിയ ടൈമിൽ തന്നെ ആവിദിൻ്റെ അമ്മാവനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആവിദ് ഈ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയത് അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ അമ്മാവൻ ഇപ്പോൾ ഒരു പുതിയൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ കുറച്ച് തേങ്ങ ഉണ്ട്, ഇവിടെ ഒരു മെഷീനും ഉണ്ട്. ഇതാണ് ആവിദിൻ്റെ അമ്മാവൻ വരുന്നത്. അയക്കാ എന്താണ്, സുഖല്ലേ? ഇപ്പോൾ പുതിയൊരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? ഇത് ഇവിടുന്ന് നോക്കിയിട്ട് ഉണ്ടാക്കിയായിരിക്കും അല്ലേ? ഇത് എന്താണ് മെയിനായിട്ടുള്ള പ്രോസസ്സിങ് എന്താണ്? അത് നമ്മളെ ഈ ഒരു തേങ്ങ പൊളിക്കുന്നത് ഈ ഒരു കൺസെപ്റ്റിലേക്ക് മെയിനായിട്ട് വന്ന എന്താണ് ഒരു തേങ്ങ പൊളിക്കാനുള്ള ഒരു ഉദ്ദേശം? അങ്ങനെ ഒന്ന് സാമ്പിളൊന്നും നോക്കാന്നുള്ളൊരു അഭിപ്രായം ശരിയാവൂല എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഉണ്ടാക്കി നോക്കി എന്തായാലും ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒന്ന് ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിറങ്ങി. അത് സിമ്പിളാണ്. കാര്യം ഒരു സാധനമൊന്നുമില്ല. ഒരു മോട്ടർ വേണം, പിന്നെ ഒരു ഗിയർ ബോക്സ് ഉണ്ട്, പിന്നെ രണ്ടാണ് കാര്യമായിട്ടുള്ളത്. ആകപ്പാടൊരു മോട്ടറും ഗിയർ ബോക്സും പിന്നെ നമ്മളെ കുറച്ച് ഐഡിയാസുകൾ. പിന്നെ നമ്മളൊന്നും ഇങ്ങനെ കണ്ട് ഓരോന്നും എന്തൊക്കെ വേണ്ട വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഞാനിപ്പോ തുടക്കത്തിൽ തന്നെ ചോദിക്കട്ടെ, ഇതിപ്പോ മെഷീൻ ഇപ്പൊ മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാല് ഇതിപ്പോ തേങ്ങ പൊടിക്കുന്ന ടൈമിന് കൈ കൊടുങ്ങും? അതിന്റെ ഉള്ളിൽ കയ്യിൽ കുടുങ്ങൂല. കൈ കുടുങ്ങാതൊക്കെ വേണ്ടിട്ട് ഇവിടെ ചെറിയൊരു സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലേ? നമുക്ക് എന്തായാലും ഒന്ന് മോട്ടർ ഓൺ ആക്കി തേങ്ങ പൊളിച്ചു വെക്കാം. ഇതാണല്ലോ മോട്ടർ. ഫസ്റ്റ് തന്നെ കൈ വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങുക. ഇവിടെ ഒന്ന് ഡബിൾ വെക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ. അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ തേങ്ങ പൊളിക്കാൻ നമുക്ക് നോക്കാം. ഇത് പൊളിച്ച് പരിചയമൊന്നുമില്ല. ഞാൻ അലാടെ തന്നെ നോക്കുകയാണ്. അപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. അതിനെ പറ്റൊന്നും അറിയില്ല. സിമ്പിളായിട്ട് പൊളിക്കാലോ. പൊളിച്ച് പരിചയമുള്ളവർക്ക് പ്രശ്നമില്ല. എനിക്കിവിടെ അറിയില്ലേ, നമ്മൾ തീരെ ഈ പണി നിർത്തും. കാരണം ഈ തേങ്ങന്റെ പൊളിക്കുന്നവർക്കൊക്കെ നല്ല ഉപകാരമുള്ള ഒരു സാധനമല്ലേ? ഇത് ഏകദേശം എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞതാ? അതിനൊരാഴ്ച, ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എല്ലാം സെറ്റ് ആയിക്കുന്നല്ലേ? മൂപ്പര് എന്ത് സിമ്പിളായിട്ട് അറിയാം തേങ്ങ പൊളിക്കുന്നത്. ഇതിപ്പോ കറണ്ടിന്റെ മുകളിലല്ലേ? ഇതിപ്പോ ഈ ഒരു മോട്ടർ മാറ്റി നമുക്ക് ബാറ്ററിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇൻവെർട്ടറിന് വർക്ക് ചെയ്യാം. നമ്മൾ ബാറ്ററി കൊടുത്തിട്ട് ഇൻവെർട്ടർ കൊടുത്തിട്ട് വർക്ക് ചെയ്യാം. മുകളിൽ അപ്പം വർക്ക് ചെയ്യണല്ലേ? ഇപ്പൊ കറണ്ടിന്റെ മുകളിലല്ല വർക്ക് ചെയ്യണത്, ഇപ്പൊ ഇൻവെർട്ടറിന്റെ മുകളിലാണ് വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഈ ഇൻവെർട്ടറിന്റെ മുകളിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടും വർക്ക് ചെയ്യിപ്പിക്കല്ലേ? ഈ ഒരു ഇതിപ്പോ മെയിനായിട്ട് കാണുന്നുണ്ടോ പറയാം, ഈ ഒരു ആശയമാണ് മെയിനായിട്ട്. ഏകദേശം ഇത് എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവും? ഇതിപ്പോ നമ്മള് പുതിയതൊക്കെ മേടിച്ചിട്ടുണ്ടാക്കുകയാണെന്ന് ഒരു 10-12 റുപ്യ വരെ വരും. ഒരു 10-12 ഉള്ളിൽ എക്സ്പെൻസ് വരും. പക്ഷെ നമുക്ക് ഞാനൊക്കെ പഴയ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ആക്കിയത്. അപ്പൊ എനിക്ക് കുറഞ്ഞ പൈസ വരും. ഇതേമാതിരി ഒരുപാട് ഉണ്ടാക്കാറുണ്ടോ മെഷീനും കാര്യങ്ങളൊക്കെ? ഒരു വണ്ടി ഉണ്ടാക്കിയല്ലോ ഇതിന്റെ മുമ്പ്? ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു വണ്ടി ഉണ്ടാക്കിയുണ്ട്. അതിന്റെ ഒറിജിനൽ ബാറ്റ് കിട്ടിയിട്ടാണ് അതിന് കളിച്ചാൽ ഒരു വണ്ടി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാറ്റ് വേറെ ബാറ്റ് വെച്ചിട്ട് വലിയ ബാറ്റ് വെച്ചിട്ടാണ് നോക്കിയത്. അപ്പൊ സംഗതി നടക്കുമല്ലേ? അപ്പൊ പിന്നെ മീഡിയം ബാറ്റ് ഉണ്ടാക്കണം. അപ്പൊ പിന്നെ ഓരോ പ്രശ്നങ്ങളായിട്ട് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നമ്പർ കൊടുക്കട്ടെ. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഒരു 2 ആഴ്ച സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മെഷീൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. കാരണം ഇത് നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത് ഒരു തേങ്ങ പൊളിക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റിയാണ് നോക്കാനുള്ളത്. കാരണം ഈ ഒരു മെഷീൻ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൈ ഇട്ട് കഴിഞ്ഞിട്ട് വരെ കൈക്കൊന്നും പറ്റുന്നില്ല. അത്രക്കും സേഫ്റ്റി കാരണമാണ്. ഈ സേഫ്റ്റിക്ക് മെയിനായിട്ട് യൂസ് ചെയ്ത് ഇവിടെയാണോ യൂസ് ചെയ്തത്? ഇതെന്താണ് യൂസ് ചെയ്തത് കറക്റ്റ്? ഉള്ളിലൊരു ഇൻഡസ്ട്രിയൽ വർക്ക് എടുത്തിട്ട് ഒരു ആക്ഷൻ മാതിരി
ഈ സ്പ്രിങ് ഇങ്ങോട്ട് വലിക്കും. അപ്പം ഇവിടെ ഒന്നും മുട്ടൂല, അപ്പൊ ഇവിടെ ജാമാവൂലല്ലേ? ഓക്കെ ഓക്കെ, അതൊരു നല്ലൊരു സേഫ്റ്റിയാണ്. കാരണം ഏതൊരു മെഷീനും മെയിനായിട്ട് സേഫ്റ്റിയാണ് വേണ്ടത്. അത്രക്കും സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ മോട്ടറും കാര്യങ്ങളൊന്നുമല്ല, നോർമലായിട്ട് ചെറിയ കറണ്ട്. ഏകദേശം എത്ര ഇത് വേണ്ടി വരും? 200 വാട്ട്സ് മതിയോ? ഏകദേശം എത്ര മണിക്കൂർ വരും? അത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൂടുതൽ അറിയില്ല. ജസ്റ്റ് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ ഒരു 200 വാട്ട്സ്. 200 വാട്ട്സ് നമ്മളിപ്പം മറ്റേ 100 വാട്ടിന്റെ ബൾബ് 2 കത്തണ അത്രേ വരുന്നുള്ളൂ. 100 വാട്ട്സിന്റെ 2 ബൾബ് എത്തണ ആ ഒരു അത്ര മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അത്ര വരുന്നുള്ളൂ. നമ്മളിപ്പം തന്നെ ഇൻവേർട്ടറിലും വർക്ക് ചെയ്യിപ്പിച്ച് വെച്ചല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് അടിപൊളി. ഞാൻ എന്തായാലും അമ്മാവൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂപ്പരെ ആവശ്യക്കാരാണെങ്കിൽ മൂപ്പരെ കോൺടാക്ട് ചെയ്യാം. മൂപ്പരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിന് പറയും. അതുപോലെ തന്നെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആവിദ എന്താ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ നോക്കണല്ലേ? എന്തായാലും നിങ്ങളെ ഓൻ്റെ ഗുരു നിങ്ങളാണെന്നാ പറഞ്ഞത്. ഇലക്ട്രിക് സാധാ മോട്ടോർ സൈക്കിൾ മേലെ ഇലക്ട്രിക്കും കറണ്ടും രണ്ടും കൂടി ഉള്ള ഹൈബ്രിഡ് ആയിട്ടല്ലേ? സാധാ നമ്മുടെ ബൈക്കിന്റെ മുകളിൽ ഫ്രണ്ടില് അപ്പ് മോട്ടർ വെക്കുക, മറ്റേ സാധാ മോട്ടർ വർക്ക് ചെയ്യണ നമ്മളെ ഹൈബ്രിഡ് ആയിട്ട് എഞ്ചിനാണ്. ഓക്കെ, ഇപ്പോഴത്തെ കാലത്തിൽ അതൊക്കെ ആവശ്യമാട്ടോ. പെട്രോൾ ഇങ്ങനെ ഹൈ ലെവലിൽ വില കൂടല്ലേ? ഇപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ നമ്പർ കാര്യങ്ങൾ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മൂപ്പരെ വിളിക്കുക. സെയ്തലിക്കാനെ വിളിച്ചാൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആബിദ് കൂടെ ഉണ്ട്. അപ്പോൾ ബൈ.